ന ന ന കൃതണരകാം 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 ന ന ന. വീണ്ടും ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഇടക്കാലത്ത് എപ്പോഴോ ഇതൊക്കെ മതിയാക്കി എല്ലാം നിർത്തി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വനവാസം പോലെ ഒരു ജീവിത കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയുണ്ടായി. അതെന്തായിരുന്നു ഒരു കാരണം? അതെന്താ എപ്പോഴായിരുന്നു അത്? അത് കൊല്ലം പയ്യാണ്ട് 71 മുതൽക്ക് 80 വരെയോ അങ്ങനെ അത്രയും കാലം ഉണ്ടായിട്ടുണ്ട്. 8-9 കൊല്ലം ഉണ്ടായി. അതെന്തായിരുന്നു അത് എന്താണെന്ന് ചോദിച്ചാൽ കിണ്ണശില്ല, താടിയും തലയൊക്കെ നീട്ടി അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. അല്ല, ഇതൊന്ന് മാറാം എന്ന് തോന്നിയത് അപ്പോൾ അല്ലെങ്കിൽ അതിനൊരു കാരണം എന്തെങ്കിലും ഉള്ളിലുണ്ടാവില്ലേ? അതിനൊരു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എനിക്ക് ഈ അന്നത്തെ കാലത്തൊക്കെ ഈ ശ്വാസം മുട്ടും വല്ലാണ്ടുണ്ട്. അപ്പോൾ ഒടുക്കത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് വയനാട് ഭാഗത്ത് ഒരു പ്രോഗ്രാമിന് പോയി വന്നിട്ടാണ് ഇത് ശ്വാസം മുട്ട് വല്ലാണ്ട് കൂടി. തായമ്പകയായിരുന്നു? അല്ല, താഴെയിലായിരുന്നു, കളിയായിരുന്നു. ഈ ശ്വാസം മുട്ട് വല്ലാണ്ട് കൂടി ആശുപത്രി പോകലും ഡോക്ടറെ കാണലും ചികിത്സയും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് കാലമാണ് കഴിഞ്ഞു. പിന്നെ അതോടുകൂട്ടാണ് നിർത്തി. പിന്നെ 79-ലും 80-ലും വെച്ച് വലിയ കുന്നത്ത് ഒരു കളിയുണ്ടായി. അതിനാ കക്കാട് തിരുമേനി വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കൊട്ടാറൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെണ്ടയില്ല, അതൊക്കെ കേടുവന്നിരിക്കുകയാണ്. ശരി. അപ്പോൾ ചെണ്ടയൊക്കെ അവിടെ ഏർപ്പാട് ചെയ്യേണ്ടി വരും. ഓ, അതൊക്കെ ഏർപ്പാട് ചെയ്യാം. അത് പൂക്കാട്ടിൽ ദ്വാരപൂതകളുണ്ട് ഇവിടെ തായമ്പയ്ക്ക്, അദ്ദേഹത്തിൻ്റെ ചെണ്ട എടുക്കാം. ദ്വാരപൂതകളുടെ ചെണ്ട എടുക്കാൻ നിങ്ങൾ പറയണമെന്നില്ല പറഞ്ഞു. കാരണം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മൂപ്പർക്ക് അറിയില്ല. എൻ്റെ വല്യമ്മയുടെ മകനാണ്. അപ്പോൾ അങ്ങനെ ഒരു കളിക്കാണ് ഞാൻ ആദ്യം പോയത്. പിന്നെ അന്ന് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഷാരോടി വാസുവിൻ്റെ സീതാസ്വാമരും പരശുരാമനായിരുന്നു അന്ന്. അത് ശരി. കൊട്ടാനുള്ളത് തന്നെയാണ്. അതിനാണ് കൊട്ടേണ്ടത്. കഷ്ടത്തിലാവും ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റത്തെ മാസം കൃഷ്ണകുട്ടി പുതാളാശാൻ ഒരു ലെറ്റർ അയച്ചു. പാലക്കാട് പുത്തൂർ ഒരു കളി ആശാൻ ഏറ്റിട്ടുണ്ട്, അങ്ങനെ ആശാന് പോകാൻ നിർത്തിയില്ല, അതുകൊണ്ട് നീ പോയിട്ട് നടത്തണം. അങ്ങനെ പിന്നെ ആദ്യം രംഗത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ലവണാസുരവധ കഥ രാമകുട്ടിയാരാശാൻ്റെ അനുമാന, മദ്ദളത്തിന് പൂട്ടി പുതുവാളാശാൻ്റെ പാട്ടിന് അംബീഷൻ ഭാഗവരുണ്ട്. പുതുവാളാശാനായിട്ടുള്ള കളിയില്ലേ, മനസ്സിലായി. അങ്ങനെ പിന്നെ ആദ്യം വീണ്ടും സജീവമായി. അപ്പോഴേക്ക് അവിടെ വെച്ചിട്ട് വിജയമാഷ് കണ്ടു. അപ്പോൾ വിജയമാഷിൻ്റെ കളിക്ക് പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഈ രംഗത്തേക്ക് തന്നെ വന്നു. അതുപോലെ ഇപ്പോൾ ഈ തായമ്പകയിൽ ആശാൻ കുട്ടിയിരുന്ന കാലത്തും ഇപ്പോഴൊക്കെ വന്ന മാറ്റങ്ങൾ പോലെ തന്നെ ഇപ്പോൾ കഥകളിയുടെ രംഗത്തും, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മേളപ്പദം. ആദ്യകാലങ്ങളിലൊക്കെ ഈ ഒറ്റ മേളപ്പദം ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് അത് ഡബിളായിട്ടും ഒക്കെ മാറി. ഡബിളായി. അതെ, അന്നത്തെ ഈ ഒറ്റ മേളപ്പദത്തിന് 4 ചെണ്ടയും 4 മദ്ദളം അങ്ങനെയായി. ഈ മാറ്റങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? മാറ്റങ്ങൾ ഒരു കാര്യം തീർച്ചയാണ്. കാരണം പാടുന്നത് ആദ്യം മുതൽക്ക് പാടുന്നത് നവഭവ തുടങ്ങിയാൽ ചെമ്പ് താളത്തിലാണ്. അത് ഇതുവരെ മാറ്റിയില്ല ആരും. അത് സദനം ഹരികുമാറോറ്റയാണ് ഒരിക്കലും മാറ്റുണ്ടായി. അത് മാറ്റിയിട്ട് ഞാൻ കേട്ടിട്ടുമില്ല, എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൽ കൊട്ടുന്ന എണ്ണങ്ങൾക്ക് അവനവൻ്റെ സൗകര്യം പോലെ കുറേശ്ശെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ചില പുതിയ എണ്ണങ്ങൾ ഉണ്ടാക്കുക, പുതിയ എണ്ണങ്ങൾ കൊട്ടുക. അത് ഒരു പ്രത്യേകിച്ച് ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് നന്നായിട്ടാണ് തോന്നിക്കണ്ണ്. പക്ഷേ ഈ 4 ചെണ്ടയും 4 മദ്ദളവും ഒക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് എന്താ തോന്നുന്നു? അത് വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. 4 ചെണ്ടയും 4 മദ്ദളമായിട്ടുള്ള ഞാനും ധാരാളം കൊട്ടിയിട്ടുണ്ട്, ഇല്ല. പക്ഷെ അത് വേണ്ട എന്നാണ്. ഇപ്പം പരമാവധി 2 എണ്ണാവാം, അതിലധികം വേണ്ട.
മറ്റു വെറുതെ സ്റ്റേജ് നിറയ്ക്കാന്നല്ലാണ്ട്. അതുപോലെ കഥകളിയുടെ മേളരംഗത്തും ഒരുപാട് മാറ്റങ്ങൾ. അപ്പോൾ ആദ്യമൊക്കെ ഈ ശബ്ദം കൊടുക്കുക അല്ലെങ്കിൽ മേളം നിറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നല്ലോ. ആദ്യകാലത്ത് മേളത്തിന് പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ മേളത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയാൻ മൂത്തമന തിരുമേനി മുതൽക്കാണ് തുടങ്ങിയത്. കുറേശ്ശെ മൂത്തമന തിരുമേനി ഗുരുവായൂർ കുട്ടന്മാരാണ്. അവരുടെ കാലം മുതൽക്ക് മേളത്തിന് അവർ കുറേശ്ശെ കൂട്ടിച്ചേർക്കാൻ തുടങ്ങി. ഈ പഴയ സമ്പ്രദായത്തിൽ ഒന്നും മാത്രമായിട്ടല്ല. അത് കൃഷ്ണകുട്ടി പൂകാലാശാനായിട്ട് മുഴുവനാക്കി. അത് ശരി. പിന്നെ മേളത്തിന് പ്രാധാന്യം അവിടെ വർദ്ധിച്ചു എന്നർത്ഥം. ആ വർദ്ധിക്കാനുള്ളൊരു കാരണം പൊതുവാളാശാൻ തന്നെയാണ്. ഇനി അതിപ്പോൾ അതും ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു അവസ്ഥ. ഇന്ന് എത്തി നിൽക്കുന്നത് ഇന്നിപ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് കിടന്നു. ഇനി ഇത് എവിടെ ഇട്ട് വീഴുക എന്ന് മാത്രമേ നിശ്ചയില്ലായുള്ളൂ. അതുവരെ എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ കഴിഞ്ഞാൽ അത് ഇല്ലാണ്ടേ പോകുമല്ലോ. ഇല്ലാണ്ടേ പോകും. ആ ഇല്ലാണ്ടേ ആവാൻ ഉള്ള അതുവരെ എത്തിക്കണം. ഇപ്പോൾ അത് ഈ മേളം കൂടുതൽ കൊടുക്കൊണ്ടുള്ള എന്താ അങ്ങനെ അല്ല, എന്തൊക്കെയാ മേളം കൊണ്ട് കാട്ടേണ്ടതെന്ന് വെച്ചാൽ ഇല്ലാണ്ട് വരികയാണ്. മേളത്തിന് അടിസ്ഥാനമായിട്ട് മുദ്രയ്ക്ക് കൂടുക, കലാശങ്ങൾക്ക് കൂട്ടുക, വേദക്കാരൻ്റെ മുഖത്ത് വരുന്ന ഭാവങ്ങൾക്ക് കൂടുക, ഇതൊക്കെയാണ് മേളത്തിൻ്റെ ഒരു പ്രധാനം. അതിൻ്റെ ഒപ്പം പാട്ടിന് പക്കമേളാവും വേണം. അപ്പോൾ ഈ പാട്ടിൻ്റെ പക്കമേളാണ് വിചാരിച്ചിട്ട് അതിന് തന്നെ കണക്കല്ലാണ്ട് കൂടിയ അപ്പോൾ ഇവിടെ മാറ്റം വന്നാൽ അതും ശ്രദ്ധിക്കണം. അതെ. ഇതിപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞിട്ട് അതിൻ്റെ മീതെ ഇരിക്കുന്നു മേളം. ഈ വേഷക്കാരൻ്റെ ഒരു ശബ്ദം കൊടുക്കുക അല്ലെങ്കിൽ അതിനപ്പുറം മേളത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അത് മേളാണ് പ്രധാനം എന്നുള്ള ഒരു തോന്നലിലേക്ക് എത്തി. മേളല്ല പ്രധാനം കഥകളിക്ക്. മേളമില്ലാണ്ട് കഥകളി നടക്കൂല. കഥകളിക്ക് പ്രധാനം വേഷം തന്നെയാണ്. വേഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ബാക്കിയൊക്കെ. ആ പ്രധാനം വേഷം തന്നെയാണ്. പക്ഷെ ആ വേഷം അരങ്ങത്തേക്ക് വരണമെങ്കിൽ പാട്ടുകാരോ അല്ലെങ്കിൽ മേളക്കാരോ ഇല്ലാഞ്ഞാൽ അത് നടക്കൂല. പക്ഷേ അങ്ങനെ അപ്പോൾ ഇതിന് തുല്യ പ്രാധാന്യമാണെന്ന് ഞാൻ പറയാം. പക്ഷേ അങ്ങനെ നമുക്കിപ്പോൾ മേളത്തിൻ്റെ ഇതിൽ വന്ന മാറ്റങ്ങൾ, മേളം അധികം വന്നുകൊണ്ട് ഒരു പ്രശ്നം വന്നു എന്ന് പറയുമ്പോഴും ചില അവസ്ഥകളിൽ ഇപ്പോൾ മേളത്തിനെ നമ്മളിപ്പോൾ കൃഷ്ണൻകുട്ടി പൊതുവാളാശാൻ്റെയൊക്കെ ഒരു സങ്കല്പം അനുസരിച്ച് പൂവ് വിതറുന്ന ഒരവസ്ഥയിൽ പൂവ് വീഴുന്ന പോലെ ശബ്ദം ഉണ്ടാക്കാം, അങ്ങനെയൊക്കെയുള്ളൊരു വളരെ ചെറിയ ശബ്ദങ്ങൾ കൊടുക്കാൻ നമ്മൾ ചില ശബ്ദങ്ങൾ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുകയാണ്. പൂവ് ഒരു കട്ടിൻ്റെ മുകളിലേക്കാണ്ട് വിതറിയാൽ അങ്ങനെ ഒരു ശബ്ദം ചെണ്ടയുടെ മുകളിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ചെണ്ടയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ചില കൊട്ടുകളും നിയമങ്ങളും ഉണ്ട്. അതല്ലാണ്ട് അതിൻ്റെ മുകളിൽ വരില്ല. അത് കൊട്ടാൻ അങ്ങനെയാണ് പൂവുക. കല്ല് വിതറുന്ന പോലെ ആട് കയറുമ്പോൾ പട്ടയത്തിൽ അങ്ങനെ പറയാറുണ്ടല്ലോ, അതുപോലെയേ ഉള്ളൂ. പക്ഷേ ആശാൻ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലേ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ കുതിര ദൂരെ നിന്ന്, രഥം ദൂരെ നിന്ന് വരുന്നതിനെ കൊട്ടി ആ ശബ്ദത്തിൻ്റെ വ്യത്യാസം ഉണ്ടാക്കുന്നു. അതിന് ജനറൽ മുകളിൽ ശബ്ദം ഉണ്ടാക്കാം. അതിന് ജനറൽ മുകളിൽ ശബ്ദം ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ അതേ സമയത്ത് ഒരു പൂവ് വിതറുന്ന ശബ്ദം കിടക്കിട മുകളിലേക്ക് അത് നമ്മൾ സങ്കല്പിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ പൂവ വിതരണമെന്നുള്ളൊരു തോന്നൽ മേളക്കാരനുണ്ടാവണം. അപ്പം അതിനുള്ള മയപ്പെടുത്തണം കൊട്ട്. കട്ടിൻ്റെ മുകളിൽ പൂവ് വിതറുകയാണ്, മുല്ലപ്പൂവ് വിതറുകയാണ് എന്നുള്ള തോന്നൽ ഈ മേളക്കാരനുണ്ടായാൽ അതാണ് യോജിക്കും തന്നെയാണ്. അല്ലാണ്ട് ആ ഒരു ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല. അത് പലതും അങ്ങനെയാണ്. ഒരു പക്ഷിയുണ്ട്, വിത്തും കൈക്കോട്ടും കള്ളാൻ ഉണ്ടല്ല, കള്ളം ചക്കട്ടും എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നു. ആ പക്ഷി അതൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല. അതിൻ്റെ ശബ്ദം ഉണ്ടാക്കണമെന്നല്ലാണ്ട്. പക്ഷെ അത് ചായ ഇതിൻ്റെ ആണെന്ന് തോന്നുക. തോന്നുക അതന്നെ ഇവിടെയും ചെയ്യുള്ളൂ.
അതുപോലെ വേറൊരു സംശയം, ഇപ്പം നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ ഈ ഇപ്പോൾ രാവണോത്ഭവത്തിലെ രാവണൻ്റെ തപസ്സാട്ടം അതൊക്കെ ഒരു ചെണ്ടയിൽ ആയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പഴയ കാലത്ത് ഒരു ചെണ്ടയുള്ളൂ. അതെ. ഇപ്പം ഇന്നത്തെ കാലത്ത് രാവണോത്ഭവം ചെയ്യുമ്പോൾ 3 ചെണ്ട വരെയൊക്കെ ഉണ്ടാവുന്ന അവസ്ഥകളുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ത്രിപുടവട്ടത്തിലാണ് ആ ആട്ടം. അതിൽ ആദ്യത്തെ ഒരു കാലം ഒരു ചെണ്ടന്നെ പാടുമെന്നാണ് ഞാൻ പറയാം. ആ സുഖം 2 ആയാലും കൂടിയും കിട്ടില്ല. ആ ആദ്യത്തെ ആ താണകാലം ഒരു ചെണ്ടയിൽ തന്നെ കഴിയണം. 2ാം കാലം മുതൽക്ക് വേണമെങ്കിൽ ഒരു ചെണ്ടയും കൂടി ആവാം. അതും താളം പിടിക്കാനല്ലേ വേണ്ടു? അത്രേ വേണ്ടു. 3 കൊട്ടാൻ എപ്പോഴായാലും പിന്നെ അത് മാറിയിട്ടേ കൊട്ടുള്ളൂ. 2ആളും കൂടി ഒപ്പം കൊട്ടാനില്ലല്ലോ. അത് 3ാം കാലവും 4ാം കാലവും ഒക്കെ എത്തുമ്പോഴേക്ക് അങ്ങോട്ട് മൂർധന്യത്തിലെത്തും മേളം. ഒരു വെറുതെ ബഹളം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. അപ്പോഴും ഈ 4ാം കാലത്തിലെത്തിയാലും കൊട്ടണത് ഒരാളായിരിക്കും. അയാൾക്ക് കൈ കടഞ്ഞാൽ മറ്റാൾ മാറി കൊട്ടുക, അല്ലാണ്ട് 2ആളും കൂടി ഒപ്പാണ് കൊട്ടുക എന്നുള്ളതായില്ല. കാലഘട്ടങ്ങളിലും ഈ കാലഘട്ടങ്ങളിലുള്ള കഥകളി മേളത്തിനെക്കുറിച്ചും തായമ്പകയെക്കുറിച്ചൊക്കെ ചോദിക്കലും പറയലൊക്കെ ഉണ്ടായി. ഈ മേളങ്ങൾ, അതായത് ഉത്സവങ്ങൾക്കുള്ള മേളങ്ങൾ, പാണ്ഡ്യാണെങ്കിലും പഞ്ചാരി ആണെങ്കിലും, അത് നമ്മളെ ഈ മധ്യ കേരളത്തിൽ അല്ലെങ്കിൽ ഈ പാലക്കാടൻ മലപ്പുറം ജില്ലകളിൽ അന്ന് പ്രചാരത്തിലുണ്ടായിരുന്നു. മേളം ഉണ്ടായിരുന്നു. പക്ഷേ തെക്കോട്ടുള്ള അത്ര പ്രാധാന്യം ഇവിടെയുള്ള മേളങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അത് ആ വ്യത്യാസം എന്താ വെച്ചാൽ, ഒരു ഇടന്തല മേളം കൊട്ടുകയെന്ന് വെച്ചാൽ 2 വിലന്തലെങ്കിലും താളം പിടിക്കാൻ വേണം. 3ആണ് എൻ്റെ ഒരു കണക്ക്. അത് 2 എണ്ണമെങ്കിലും വേണം. പക്ഷേ അതാണ് തെക്കോട്ടുള്ള ഒരു നിയമം. ഇപ്പോൾ 15 ചെണ്ട മേളം കൊട്ടുന്നുണ്ടെങ്കിൽ ഒരു 45 ചെണ്ട താളം പിടിക്കാനുള്ള വേണം. ഇപ്പോൾ തൃശ്ശൂരിന് അങ്ങോട്ട് മേളത്തിന് പ്രാധാന്യമുള്ളൂ. ഇവിടെ 15 ചെണ്ട മേളം കൊട്ടുന്നുണ്ടെങ്കിൽ 10 ചെണ്ടേ ഉണ്ടാവുള്ളൂ താളം പിടിക്കാൻ. ഇങ്ങോട്ട് പിന്നാക്കാ വഴി. അത് ശരി. 5 ചെണ്ട മേളം കൊട്ടുന്നുണ്ടെങ്കിൽ 2 ആളെ താളം പിടിക്കാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു മേളത്തിന് അത്രേ പ്രാധാന്യം ഇവർ കൽപ്പിച്ചുള്ളൂ. തായമ്പയ്ക്കാണ് പ്രാധാന്യം ഉണ്ടായിരുന്നത്. അങ്ങ് ഈ മേളത്തിലൊക്കെ അന്ന് പങ്കെടുത്തിരുന്നു? അന്ന് ഞാൻ പങ്കെടുത്തിരുന്നു. അന്നത്തെ വലിയ ആൾക്കാർ എന്ന് പറയാൻ തൃത്താല എടോട്ടിൽ കുഞ്ഞികൃഷ്ണ പൊതുവാൾ മറ്റൊരാളുണ്ടായിരുന്നു. അങ്ങോരാണ് ഇവിടുത്തെ മേളത്തിൻ്റെ ഏറ്റവും വലിയ ആൾ. അത് കഴിഞ്ഞാൽ പൂക്കാട്ടിൽ രാമപൊതുവാൾ എൻ്റെ അമ്മാവനും കൂടിയാണ്. ശരി. പിന്നെ കുറിഞ്ഞിക്കാൽ രാഘപ്പൊതുവാൾ, പിന്നെ പനമണ്ണ പൊതുവാൾ, അങ്ങനെ തുടങ്ങി പിന്നെ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഇവരാണ് പ്രധാനം. എവിടെ ചെന്നാലും അമ്മാവില്ലാണ്ട് ഒരു മേളമില്ല. അങ്ങനെയാണ്. തൃത്താല എടോട്ടിൽ കുഞ്ഞികൃഷ്ണ പൊതുവാൾ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ മുത്തച്ഛൻ്റെ മരുമകനും കൂടിയാണ്. അച്ഛൻ്റെ മരുമകനാണ്. ശരി. പൂമുള്ളി ഉത്സവത്തിന് കൊടി കയറണ അന്ന് ഓണപ്പടിയും ഉത്സവത്തിൻ്റെ പൈസയും കൂടി കൊടുത്തയക്കും തമ്പുരാൻ. വയ്യാണ്ടായിട്ട് അങ്ങോട്ട് പോകാൻ വയ്യാണ്ടായപ്പോൾ ഇങ്ങോട്ട് കൊടുത്തയക്കും. ഇങ്ങോട്ട് കൊടുത്തയച്ചിട്ട് അത് കൊടുത്തിൻ്റെ ശേഷം കൊടി കയറും. അത് ശരി. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. കാരണം മൂപ്പര് വയ്യാണ്ടായിട്ട് ഒരു കൊല്ലം അവിടെ പോയി. അപ്പോൾ തമ്പുരാൻ തന്നെ പറഞ്ഞു തരേ, അടുത്ത കൊല്ലം അവർക്ക് ഇങ്ങോട്ട് വരണ്ട, ഉത്സവത്തിൻ്റെ പൈസയും ഓണപ്പടിയും കൂട്ട് കൊടിയേറ്റത്തിൻ്റെ അന്ന് അങ്ങോട്ട് എത്തും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ശരി. അപ്പോൾ വയ്യാണ്ട് ഏറ്റവും കൂടി മൂപ്പര് പോയിരുന്നു അർത്ഥം. അന്ന് ഏതായിരുന്നു? പഞ്ചാരി ആയിരുന്നോ? പഞ്ചാരി മേളായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ? അന്ന് ഉത്സവങ്ങൾക്ക് വേറൊരു നിയമമുണ്ട്. അപ്പം നിയമം ഇപ്പോൾ അത് നിയമമായിട്ടാണോ ചിട്ടയായിട്ടാണോ ആരെങ്കിലും പാലിക്കുന്നുണ്ടോ അതൊന്നും ചോദിച്ചപ്പോൾ അറിയില്ല കേട്ടോ. ചെമ്പ, അടന്ത, പഞ്ചാരി, അഞ്ചടന്ത, ഇങ്ങനെ കുറേ മേളകളുണ്ട്. അപ്പോൾ ഈ ഉത്സവ ദിവസങ്ങളിൽ ഇപ്പോൾ 8 ദിവസത്തെ ഉത്സവമാണെന്ന് വെച്ചാൽ ഈ മേളങ്ങളും ഒക്കെ കൊട്ടണം എന്നാണ് പറയുക. അത് ശരി. ഓരോരോ ദിവസം ഓരോരോ മേളം. ഇപ്പോൾ അധികം വരുന്നതിന് മുഴുവൻ പഞ്ചാരിയാണ്.
പഞ്ചാരിക്ക് സാന്നിധ്യം ജാസ്തി ഉണ്ടെന്നാണ് വെപ്പ്. പക്ഷേ ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള മേളങ്ങൾ മുഴുവനെ അടന്തയിലായിരിക്കും. ആ, അതിന് സങ്കല്പം എന്താ അറിയോ? അടുത്തുള്ള ഈ ചടങ്ങുകൾക്കൊക്കെ ചെറിയ മേളങ്ങൾ വേണം. അതെ, അതൊക്കെ അധികവും അടന്ത അല്ലെങ്കിൽ ചെമ്പട, ഈ രണ്ട് താളത്തിലേ അവിടെ പതിവുള്ളൂ. ഇപ്പം പിന്നെ എന്താ വെച്ചാൽ കൊട്ടാന്ന് ഞാനതാ പറഞ്ഞു. ഇപ്പോൾ ഈ മേളത്തിൻ്റെ പ്രചാരം ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. സമയവും അതെ ഒരുപാട് ദീർഘം വന്നിട്ടുണ്ട്. അന്നൊക്കെ ഈ മേളത്തിൻ്റെയൊക്കെ ഒരു ദീർഘം സമയം എത്ര ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ എത്ര സമയം എടുത്ത? അന്ന് ആ സമയം കണക്കാക്കാൻ തന്നെ കുറേ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ പണ്ട് പൂക്കാട്ടിരി രാമപുതുവാൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാവൻ്റെ അടുത്ത് നിലമ്പൂർ കോവിലകത്ത് പാട്ടിന് മേളം വേണമെന്ന് പറഞ്ഞു. പഞ്ചാരി 1-ാം കാലം മുതൽക്ക് കഴിയുന്നവരെ വേണം. പഞ്ചാരി 6-ാം കാലം അടക്കം കൊട്ടണം എന്നാണ്. 6-ാം കാലം എന്ന് പറഞ്ഞാൽ അതിനെ കാലമായിട്ട് കണക്കാക്കാത്തൊരു കാലമുണ്ട് പഞ്ചാരിക്ക്. അത് ശരി. പഞ്ചാരി 5 കാലം എന്നല്ലേ പറയുക. അതെ, ഈ 5ഉം കഴിഞ്ഞാൽ 6-ാമതൊരു കാലമുണ്ട്. 5 എന്ന് പറയുന്നത് 6 അക്ഷരത്തിലാണ്. 3 അക്ഷരത്തിലൊരു കാലമുണ്ട്. ഡഡ്ഡം തകർതകള ഡഡ്ഡം തകർതകള ഡഡ്ഡം തകർത, ഇത് 3 അക്ഷരമാണ്. ഇതിനെ കാലമായിട്ട് കണക്കാക്കിയില്ല. അതുകൊണ്ട് പഞ്ചാരി 6 കാലം എന്ന് പറയുന്നില്ല, 5 പറയുള്ളൂ. പഞ്ചാരി 5 കാലം എന്നേ പറയുള്ളൂ. അപ്പോൾ പഞ്ചാരി 5 കാലം 6-ാമത്തെ കാലം ഇതിന് കാലമായിട്ട് കണക്കാക്കാതിരിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഈ നേർകോലും തകൃതിയും അല്ലാണ്ട് വേറെ ഒന്നുമില്ല അതിൽ. അത് ശരി. മറ്റ് മേളങ്ങൾക്ക് 1-ാം കാലം മുതൽക്ക് 1-ാം കാലമാണെന്ന് വെച്ചാൽ മുഖം, നില, കുഴമറിക്കൽ, ഇങ്ങനെ 2-3 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. 2-ാമത്തെയും 3-ാമത്തെയും കാലം മുതൽക്കാണെന്ന് വെച്ചാൽ പിന്നെ ഈ മുഖം വേണ്ട, നിലയും കുഴമറിക്കലേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഇപ്പം 2-ാം കാലം മുതൽക്കേ മേളം പഞ്ചാരി തിടങ്ങണമെന്നേ ഉള്ളൂ വെച്ചാൽ മുഖം ഇതും കൊട്ടണം എന്നാണ് നിയമമാണ്. അപ്പോൾ 3, 4, 5-ലും ഈ നിലയും കുഴമറിക്കലും മാത്രമേ വേണ്ടൂ. ഈ 3 അക്ഷരത്തിലുള്ള ഈ 6-ാമത്തെ കാലത്തിലേക്ക് കിടന്നാൽ ഒന്നുമില്ല. അതുകൊണ്ട് അതിനെ ഒരു കാലമായിട്ട് കണക്കാക്കിയിട്ടില്ല. അതാണ് കൊട്ടിയിട്ട് തീരുവലാസ്ഥയിലേക്കാണ്ട് കിടക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സാധനം പഞ്ചാരി മേളം കൊട്ടുമ്പോൾ മാത്രമേ കൊട്ടാനും പാടുള്ളൂ. ഓ, അത് ശരി. പക്ഷേ ഇപ്പോൾ പലരും പല മേളങ്ങൾക്കും കൊട്ടുന്നുണ്ട്, കൊട്ടാൻ പാടില്ല. പഞ്ചാരി മേളത്തിൽ പഞ്ചാരി 5 കാലം കഴിഞ്ഞ് വക കൊട്ടിയാൽ, വക കൊട്ടുക എന്ന് പറഞ്ഞ സമ്പ്രദായമുണ്ട്. അതിന് അപ്പം ഈ 6-ാമത്തെ കാലമില്ല. ഇപ്പോൾ പഞ്ചാരി 5 കാലം കഴിഞ്ഞാൽ വകയ്ക്ക് കാലിടും. അത് തെക്കോട്ടൊക്കെ ചെമ്പടയാണ് കാലിടുക. അത് ശരി. പക്ഷെ നമ്മുടെ ഇവിടെ അടന്ത 2-ാം കാല. ഈ അടന്തയിൽ വക കൊട്ടൽ കഴിഞ്ഞാൽ ആ അടന്ത അടുത്ത കാലം കൂടിയും കൊട്ടി കലാശിച്ച് ചെമ്പട മേളം കൊട്ടിയിട്ടേ തീരു കൊട്ടാവും. ഓ, അത് ശരി. ഈ അടന്തയിൽ നിന്ന് നേരിട്ട് തീരുവലത്തിലേക്ക് കിടക്കണ ഒരു കിട്ടുന്നുണ്ട്, അത് പാടില്ല. അപ്പോൾ ഈ അടന്തയിൽ ഈ വക കൊട്ടലും കഴിഞ്ഞ് അതിൻ്റെ മേളം അടുത്ത കാലം കൂടിയും കൊട്ടി അത് കലാശിച്ച് ചെമ്പട മേളം കൊട്ടണം. ഒരു 2-4 താളോട്ടെങ്കിലും കൊട്ടാണ്ട് തീരുവലാശം കൊട്ടരുത്. അതുപോലെ പാണ്ടി മേളം തിടങ്ങുമ്പോഴും ചെമ്പട മേളം വേണം. അത് ഈ പാണ്ടിയെ ശുദ്ധാക്കാനാണ്. അതെന്തൊക്കെയോ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ശുദ്ധാവൂല്ല എന്നുള്ള കാര്യം വേറെ. എങ്ങനെയായാലും ചെമ്പട കൊട്ടിയിട്ടേ പാണ്ടി കൊട്ടാവൂ. അവിടെ വേറൊരു മേളത്തിന് നിയമവുമില്ല. ചെമ്പടയ്ക്ക് തന്നെ നിയമമുള്ളൂ. അത് പല സ്ഥലത്തും ഈ ചെമ്പടയ്ക്ക് അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. അത് പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഉച്ചപൂജയ്ക്ക് മേളം വേണമെച്ചാൽ ചെമ്പടയാണ് മേളം. അപ്പോൾ ഇവിടെയാണ് വെച്ചാൽ ഇവിടെയും ഇവിടുത്തെ ആൾക്കാരും കൊട്ടനോർത്തിയിലൊക്കെ ആദ്യത്തെ കാലത്തിലും 2-ാമത്തെ കാലത്തിലും, ആദ്യത്തെ 1-ാം കാലം അല്ല പറയാം കേട്ടോ, ഈ പിടിക്കണതിൻ്റെ കാണകാലവും മുറുകിയ കാലവും, ഈ 2 കാലത്തിൽ എണ്ണങ്ങൾ കൊട്ടി നിറയ്ക്കുക ചെയ്യുക. അത് ശരി.
മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ മേളാണ് കൂട്ടുക. മനസ്സിലായി. ശരി. ആ, ചെമ്പട മേളം കൂട്ടുക ചെയ്യുക. എന്നിട്ട് അടുത്ത കാലവും കൊട്ടിയിട്ട് തീരലാശം. ഇവിടെ എണ്ണം കൊട്ടി കൂർപ്പിച്ചിട്ട് നടയാണ് തുറന്നാൽ തീരലാശത്തിലേക്കാണ്ട് കിടക്കുക. അങ്ങനെയാണ്. അല്ലാണ്ട് മേളം കൊട്ടുന്ന ഒരു സമ്പ്രദായം ഇല്ല. ഇനി ഇതിൻ്റെ ഒക്കെ പുറമെ വടക്കേ മലബാറിൽ ഈ പഞ്ചാരി മേളത്തിന് തന്നെ പ്രത്യേകതയുണ്ട്. ഇപ്പം മൂന്നാം കാലം, ആദ്യത്തെ കാലത്തിലൊക്കെ ഒന്നാം കാലത്തിലൊക്കെ കൂട്ടിപ്പിടിക്കുന്ന സമ്പ്രദായം ഇവിടെയുണ്ട്. പക്ഷേ ഈ മൂന്നാം കാലത്തിൽ കൂട്ടിപ്പിടിക്കുന്നത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അത് ഈ വടക്കേ മലബാറിൽ മാത്രമേ കാണുള്ളൂ. ഇങ്ങനെ ഒരു കൂട്ടിയിട്ടേ പിടിക്കുള്ളൂ. അത് ശരി. ഇങ്ങനെ ഒരു താളം പിടിക്കുമോ? ഓ, നമ്മുടെ അവിടെ കൂട്ടി പിടിക്കൽ പറ്റില്ല. അങ്ങനെ പ്രാദേശിക വ്യത്യാസങ്ങളുണ്ട്. അത് തെറ്റാന്ന് പറയാൻ ആർക്കും അധികാരം. അങ്ങനെയൊന്നും ഉണ്ടെന്നുള്ളതാണ്. ആ, അല്ല, അത് തെറ്റാന്ന് പറയാൻ ആർക്കും അധികാരമില്ല. അതെ അതെ. നിങ്ങൾ അവിടെ കൊട്ടുമ്പോൾ അങ്ങനെ കൊട്ടിക്കോളും, ഇവിടെ കൊട്ടുമ്പോൾ ഇങ്ങനെ കൊട്ടിക്കോളും. അത് ഓരോരോ സമ്പ്രദായം അത്രയേ ഉള്ളൂ. അത് ഈ തെക്കോട്ടുള്ള മേളങ്ങൾക്കും വ്യത്യാസങ്ങൾ ധാരാളമുണ്ട്. പിന്നെ കയ്യിൻ്റെ തിമിക്കാരവും നഗാരവും അത് പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നത്തെ മേളത്തിൽ തീരെ കാണാനില്ല. അതിന് കൃത്യമായിട്ടൊരു കണക്കുണ്ട്. എവിടെ തിമിക്കാരം കൊട്ടണം, എവിടെ നഗാരം കൊട്ടണം എന്ന് കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. അത് ശരി. അത് ഇപ്പം ആരുടെയും കാണാറില്ല, ആരും കൊട്ടാറുമില്ല. നഗം നക്കാൻ നന്നക്കാൻ നഗം നക്കാം എന്നാണ് ആ നില. അത് ഇങ്ങനെ കൊട്ടണവർ നഗം നക്കാൻ നഗം 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 ഇതന്നെ ഉള്ളൂ, ഒക്കെ ഗുണേ ഉള്ളൂ. പിന്നെ വെക്കുന്നതും പലർക്കും കുറവില്ല. ഇപ്പം മേളക്കാരാണെച്ചാൽ അനവധി ആയിരക്കണക്കിനുണ്ട്. ഇനി അതെ, ഈ എണ്ണം വർദ്ധിച്ചത് അതിൻ്റെ ഒരു മൂല്യത്തിനെ കുറച്ചു എന്നുള്ളതാണ്. മൂല്യത്തിനെ കുറയ്ക്കല്ല, മൂല്യം വർദ്ധിക്കുക ചെയ്ത്. അത് ശരി. സ്ഥാനവും മാനങ്ങളും ഒന്നും കണക്കാക്കേണ്ട കാര്യം. മേളത്തിൻ്റെ മേളം എന്നുള്ളൊരു മൂല്യം വർദ്ധിച്ചു, അത് വർദ്ധിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തായമ്പയ്ക്ക് ഒരു മൂല്യമുണ്ട്. അതെ അതെ, അത് വർദ്ധിച്ചു. അത് അതിന് പ്രചാരവും കൂടിയോ? ആ, അതിപ്പോൾ മേളത്തിനായാലും തായമ്പയ്ക്കായാലും അതിനൊക്കെ വളരെയധികം പ്രചാരം വന്നു. അതെ അതെ, പണ്ടത്തെ പോലെയല്ല. അല്ല, ഇന്നിപ്പോൾ ഒരു അനവധി ചണ്ടകളില്ലാണ്ടുള്ളൊരു മേളം തന്നെ എവിടെയും കാണില്ല. എണ്ണത്തിലാണല്ലോ പ്രാധാന്യം. ഇപ്പം ഇവർക്ക് പത്രത്തിലൊക്കെ ഇടുമ്പോഴേ 105 ആൾ പങ്കെടുക്കുന്ന മേളം ആളുടെ കണക്കാവില്ല. അതെ, ഈ 105-ൽ എത്ര ചെണ്ട, എത്ര കൊമ്പ്, എത്ര കുഴൽ, അത് അങ്ങനെ കണക്കൊന്നുമില്ല. അതൊന്നുമില്ല. അതിനൊരു നിയമമുണ്ട്. ഇത്ര ചെണ്ടയ്ക്ക് ഇത്ര താളം പിടിക്കുക, ഇത്ര ഇടത്താളം, ഇത്ര കൊമ്പ്, ഇത്ര കുഴൽ, അങ്ങനെ ഒരു കണക്കുണ്ട് ഇതിന്. ആ കണക്ക് ഇവർ ഒന്നിച്ചാ ഇടുക. 105 ആൾ പങ്കെടുക്കുന്ന പഞ്ചാരി മേളം, അല്ലെങ്കിൽ 116 ആൾ പങ്കെടുക്കുന്ന പാണ്ടി മേളം, അങ്ങനെയായിട്ട് മാറി. വീണ്ടും നമുക്ക് ആശാൻ്റെ ആ കലാമണ്ഡലത്തിൽ ജോലിക്കാരനായിട്ടും അവിടുത്തെ എന്താ പറയുക ട്രൂപ്പിലൊക്കെ ആയിട്ട് പിന്നീട് വീണ്ടും കലാമണ്ഡലത്തിലേക്ക് വരുന്നത് വിസിറ്റിംഗ് പ്രൊഫസറായിട്ടാണ്. അതെപ്പോഴായിരുന്നു? അത് 2012. അത് ഈ പുതിയ കലാമണ്ഡലത്തിലായിരുന്നു അതോ? അല്ല, അത് പിന്നെ എനിക്ക് ഉണ്ടായിരുന്നത് MA ക്ലാസ് തുടങ്ങാനാണ് ഉണ്ടായിരുന്നത്, പോസ്റ്റ് ഗ്രാജുവേറ്റ്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ പിന്നെ നീള ക്യാമ്പസിലാണുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിനും ഒക്കെ ഞാൻ പങ്കെടുക്കുന്നുണ്ടായി. അപ്പോൾ അന്ന് പറയുണ്ടായി അടിയന്തരമായിട്ട് ചെണ്ടയ്ക്ക് PG തിരങ്ങണം എന്ന് പറയുണ്ടായി. അങ്ങനെ തിരങ്ങുകയും ചെയ്തു. പിന്നെ ഉണ്ണീഷിൻ്റെ ഉത്സാഹത്തിലാണ് എന്നെ വിളിച്ചത്. വേറെ ആരെങ്കിലും വിളിക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നു അറിയില്ല. എങ്ങനെയാലും ഉണ്ണീഷിന് അന്ന് അവിടെ പ്രിൻസിപ്പാളാണ്. അവിടെ എത്ര കാലം അങ്ങനെ വിസിറ്റിംഗ് പ്രൊഫസർ? അങ്ങനെ 5 കൊല്ലം ഉണ്ടായിരുന്നു. അത് MA ക്ലാസ് കുറച്ച് കാലം ഉണ്ടായി.
അത് കഴിഞ്ഞ് ഉണ്ണീഷൻ റിട്ടയർ ചെയ്തപ്പോൾ ഉണ്ണീഷൻ MA വന്നു. അപ്പം ഞാൻ അങ്ങോട്ട് ഡിഗ്രിക്ക് പോന്നു. അപ്പോൾ ഈ MA പഠിപ്പിക്കുന്നതിൻ്റെ വിഷയങ്ങൾ MA പഠിപ്പിക്കാനൊന്നുമില്ല. ഇവർ ഒക്കെ കൊട്ടാരയ്യോരാ അവിടേക്ക് വരുന്നത്. അത് ശരി. എല്ലാം അവർക്ക് ഒന്നും പഠിപ്പിക്കില്ല, എല്ലാം കൊട്ടാരയ്യോരാ വരുന്നത്. പിന്നെ ഈ കുറേ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവാത്തതുണ്ട്. കാരണം ഈ കഥയെക്കുറിച്ചോ അല്ലെങ്കിൽ രംഗഭാവങ്ങളെക്കുറിച്ചോ കഥാപാത്രങ്ങളെക്കുറിച്ചോ ഈ പാത്ര സ്വഭാവം പറയുന്നില്ല, അങ്ങനെ പലതും ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലാണ്ട് കാര്യമായിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ കട്ടേക്കരയിൽ കൊട്ടിക്കേണ്ട വിഷയമൊന്നും വരുന്നില്ല അവിടെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് തിയറി, പ്രധാനമായിട്ട് തിയറിയാണ് വേണ്ടത്. ഈ ഇപ്പോൾ കൊട്ടുകയാണെന്ന് പറഞ്ഞില്ല, ഇപ്പോൾ ഒരു ഗണപതി കൈ കൊട്ടിയാൽ എത്ര നഗാരമുണ്ടെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അതെ. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ ഒരു കിടതീന്താൻ താളം പിടിച്ചു. ഞാൻ പണ്ട് ഈ കലാമണ്ഡലത്തിലെ അധ്യാപക ഇൻ്റർവ്യൂ ഉണ്ടായി. അപ്പോൾ ഞാൻ അതിലത്ത് ഒരാൾ അധ്യാപകനാവാൻ വന്നു, അയാളെ ഇൻ്റർവ്യൂ ചെയ്യണം. അപ്പോൾ അയാൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കിടന്നിന്താൻ കൊട്ടുണ്ടല്ലോ, അതൊന്ന് ചെമ്പട താളം പിടിച്ചിട്ട് അതിൻ്റെ വായത്താരി പറയാൻ പറഞ്ഞു. എങ്ങനെ പറഞ്ഞാലും താളത്തിലാവണില്ല. ശരി. കൊട്ടാൻ പറ്റുണ്ടോ? പക്ഷേ കൊട്ടുകൾ താളം പിടിക്കാൻ പറ്റില്ല. നമ്മൾ ചെമ്പട താളം ഈ പിന്നെ 1 2 3 4 5 ഇങ്ങനെ പിടിക്കുകയാണെന്ന് വിചാരിച്ചാൽ അയാൾ കൊട്ടിയെന്ന് വരില്ല. ഇത് പിടിക്കരുത്, അയാൾ തിളങ്ങി അതിന് കൂടെ അത്രയും പാടും. അപ്പോൾ അത് പഠിപ്പിക്കേണ്ടി വന്നു അവിടെ. അത് ശരി. അത് അങ്ങനെയുള്ള ചെറിയ അശ്രദ്ധകൾ തീർത്തു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള തീർത്തു കൊടുക്കലാണ് പ്രധാനമായിട്ട് വേണ്ടത്. കാരണം ഇത് നിസ്സാരമാണ്. ഒരു കിടന്നില്ല കൊട്ടാൻ പറഞ്ഞാൽ എന്ത് കണുകേട് കൊട്ടും പിള്ളേർ. അതെ, ഇന്നത്തെ തലമുറ നല്ല ചെണ്ടക്കാർ ധാരാളം ഉണ്ട് എന്നുള്ളതാണ്. ധാരാളമുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ കയ്യിൽ നടക്കും, നല്ല താളവും നല്ല അറിവും ഒക്കെ ഉള്ള ധാരാളം പിള്ളേരുണ്ട്. പക്ഷെ അവർക്ക് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവും. അത് പറഞ്ഞു കൊടുക്കലായിരുന്നു അവിടെ PG ക്കാർക്ക് ചെയ്തത്. ഞാൻ അതാ കാര്യമായിട്ട് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ പഞ്ചാരി മേളത്തിൻ്റെ 1-ാം കാലം ഞാൻ കാലിടാൻ മുതൽക്ക് പഠിപ്പിച്ചു. അതിപ്പോൾ അതിൻ്റെ മുമ്പുണ്ടായിരുന്നു ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമില്ല. വലിയ അവിടുത്തെ സിലബസിൽ 3-ാം കാലം മുതൽക്കേ കണ്ടിട്ടുള്ളൂ, 1-ാം കാലത്തിൻ്റെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ 1-ാം കാലം മുതൽക്ക് തന്നെ കാലിട്ടിട്ട് മേളം കൊട്ടാൻ പഠിപ്പിക്കുന്നുണ്ട്. അത് കാലിടാൻ മാത്രമേ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടൂ, ബാക്കിയൊക്കെ അവർക്ക് അറിയാം. അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരണമെന്ന് ചോദിച്ചാൽ അത് അവിടെ സിലബസിലുള്ളത് മാത്രമേ പഠിപ്പിക്കുള്ളൂ അർത്ഥം. അതന്നെ മേളം തന്നെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം, പഴയ കാലത്ത് മേളവും ഇല്ല, അതൊക്കെ പിന്നീട് തുടങ്ങിയതാണ്. ഇപ്പം ഞാൻ എങ്ങനെയും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് 1-ാം കാലം മുതൽക്ക് കുട്ടികളെ പഠിപ്പിക്കണമെന്ന്. വീണ്ടും നമ്മൾ അതുപോലെ തായമ്പക അരങ്ങേറ്റ കുട്ടികളാണെന്ന് വെച്ചാൽ മുറിയൻ ചെമ്പയെ പഠിപ്പിക്കാവൂ എന്ന് ഞാൻ നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതേ പഠിപ്പിക്കാവൂ. തായമ്പകയ്ക്ക് 3 ഘട്ടമുണ്ട്. അടിയന്തര തായമ്പക അത് 2ാമത്തെയാണ്. ആദ്യം അരങ്ങേറ്റ തായമ്പക, പിന്നെ അടിയന്തര തായമ്പക, വിശേഷ തായമ്പക, അങ്ങനെ 3 ഭാഗമായിട്ടാണ് അത് നിൽക്കുന്നത്. അതിൽ ഈ അരങ്ങേറ്റ തായമ്പകയ്ക്ക് എന്തൊക്കെ പഠിപ്പിക്കണം എന്നുള്ളതിനൊരു കണക്കുണ്ട്. അടിയന്തര തായമ്പക ആകുമ്പോൾ ഇത്തിരി കൂടിയും വളരണം. ഇത് വിശേഷ തായമ്പകയാകുമ്പോൾ കേമായിട്ടാവാം. ഇത് പഠിപ്പിക്കണത് തന്നെ അങ്ങനെയാണല്ലോ. ആചാര്യൽ പാദം ആദത്തെ, പാദം ശിഷ്യസ്വമേധ, പാദം സബ്രഹ്മചാരിപ്യ, പിന്നെ നമ്മൾ പാദം കാലക്രമേണ, അങ്ങനെയാണല്ലോ വരുന്നത്. അതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെ വരുന്നത്. അപ്പോൾ ഈ വിശേഷവും അടിയന്തരവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അടിയന്തര തായമ്പക എന്ന് പറഞ്ഞാൽ അതിനൊരു കണക്കുണ്ട്. മേളത്തിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. താങ്കളുടെ ഒരു കുടുംബം, താങ്കൾ ജീവിക്കുന്ന സ്ഥലം എവിടെയാണ്, താങ്കളുടെ കുടുംബത്തിനെ കുറിച്ചൊന്ന് പറയാമോ? ഞാനിപ്പോൾ ജീവിക്കുന്നത് മലമക്കാവ്
ഇപ്പോൾ തായമ്പകയുടെ ജന്മഗൃഹം എന്ന് പറഞ്ഞില്ലേ ഇവിടെയാണ്. എൻ്റെ വൈഫ് എന്ന് പറയുന്നത് ഗിരിജ എന്നാണ് പേര്. മൂഴിക്കുളത്താണ് വീട്. ഇരിഞ്ഞാലക്കുട കലാനിലയത്തിൽ കഥകളി ട്രൂപ്പിൻ്റെ മാനേജരായിട്ട് ഒരു ഉണ്ണീകൃഷ്ണ പൊതുവാളുണ്ടായിരുന്നു. അയാളുടെ മരുമകളാണ്. ഓ ശരി. ഒരു മകനുണ്ട്. മകൻ്റെ ഭാര്യ കുഴൂര് നാരായണമാരാരുടെ മരുമകൻ്റെ മകളാണ്. അത് ശരി. തിമില. അവർക്ക് 2 കുട്ടികളുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ ഇത്രയും കാലത്തെ ഈ കലാസപര്യയിൽ അങ്ങേക്ക് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ അല്ലെങ്കിൽ പുരസ്കാരങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്? എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എന്തൊക്കെയോ കുറേ കിട്ടിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത് ഒന്നുമില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചില സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ലെ കലാമണ്ഡല പുരസ്കാരം കലാമണ്ഡലത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കലാമണ്ഡലത്തിൽ നിന്ന് ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്. സംഗീത നാടക അക്കാദമിയുടെ അവരായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അത്തരം പുരസ്കാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ KN പിഷാരടി സ്മാരക പുരസ്കാരമുണ്ട്. അങ്ങനെ കുറേ എണ്ണം കിട്ടിയിട്ടുണ്ട്. അതിൽ വലുതെന്ന് പറയാൻ കലാമണ്ഡലം ഫെലോഷിപ്പ്. അപ്പോൾ ഈ ഞാൻ ഒരു അവസാനിപ്പിക്കുന്ന ഘട്ടത്തേക്ക് വരികയാണ്. നമ്മളുടെ അങ്ങയുടെ ഈ കലാജീവിതത്തിൽ അല്ലെങ്കിൽ കലാകാരൻ എന്നുള്ള ജീവിതത്തിൽ ഏറ്റവും അധികം ഒരു സന്തോഷം തോന്നിയ ഒരു അരങ്ങ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ട് സംതൃപ്തി തോന്നിയിട്ടുള്ളൊരു അനുഭവം ഉണ്ടാവുമല്ലോ, അതെന്താണെന്നൊന്ന് ഓർത്തെടുത്ത് പറയാമോ? അതിപ്പോൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് കൂടി മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായി. ഇവിടെ അടുത്ത് വീരസ്ഥാനം എന്നൊരു സ്ഥലമുണ്ട്, ഒരു അമ്പലമാണ്. അവിടെ ഉത്സവകാലത്ത് ഒരു കളിയുണ്ടായി. VP രാമകൃഷ്ണൻ നായരുടെ ചെറിയ നരകാസുരൻ ആയിരുന്നു വേഷം. ചെണ്ടയ്ക്ക് ഞാനും കലാമണ്ഡലം ഉണ്ണികൃഷ്ണനും ഞങ്ങളാണ് ഡബിളായിട്ട് കൊട്ടിയത്. അന്നൊരു വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു. പിന്നെയും പലയെങ്കിലും ഞങ്ങളൊന്നിച്ച് കൊട്ടിയിട്ടൊക്കെ ഉണ്ട്, ഇല്ല. പക്ഷെ അന്ന് കുറേ അധികം സന്തോഷം തോന്നിയ ദിവസമാണ്. അത് എന്നും ഓർമ്മയിൽ ഉണ്ടാവുന്ന ഒരു കളിയാണ് ഇനി. ശരി. ബാക്കിയുള്ള കളികളൊക്കെ കൂട്ടത്തിൽ അങ്ങനെ കഴിയണമെന്നല്ലാണ്ട് ഇത് പ്രത്യേകിച്ച് ഓർമ്മിക്കാനുള്ളതൊക്കെ ഉണ്ട്. പണ്ട് പിന്നെ തൃപ്രയാറ് രാമട്ടി രാജൻ സ്റ്റൂളിൻ്റെ മുകളിൽ നിന്ന് വീണോർത്തി കിടന്നിട്ട് വെട്ടും തടവും പരശുരാമുണ്ടായിട്ടേ സ്റ്റൂളിൻ്റെ മുകളിലേക്ക് കയറിയായിരുന്നു. അപ്പോൾ സ്റ്റൂള് മറിഞ്ഞേ സംഗതി അബദ്ധത്തിൽ വീണതാണ്. പക്ഷെ അത് കാണുന്നവർക്ക് അങ്ങനെ അല്ലാണ്ട് ആക്കി തീർത്തു നടത്തണം. ആ കിടന്നോർത്തി കിടന്നിട്ട് വെട്ടും തടവും ചെയ്തു. സംഗതി അവിടുന്ന് എണീക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. ശരി. അതുകൊണ്ടാണ് അവിടെ തന്നെ കിടന്നിട്ട് ഇത് കാട്ടേണ്ടി വന്നത്. കാലിൻ്റെ വേദനയൊന്നും പറയണ്ടേ, മുട്ടുത്തീറ്റ വീണതേ. അത് ശരി. അത് അങ്ങനെയുള്ള പഴയ ചില നേരമ്പോക്കുകളൊക്കെ പലതും ഉണ്ട്. അത് അങ്ങനെയൊക്കെ പറഞ്ഞിറങ്ങി ശീലത പറയാൻ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഒരു രസകരമായിട്ടുള്ള അല്ലെങ്കിൽ സംതൃപ്തി നൽകുന്ന അല്ലെങ്കിൽ സന്തോഷം അങ്ങനത്തെ കുറേ അരങ്ങുകൾ ഉണ്ടാവുമല്ലോ ഒരുപാട്. അതെ, അത് കൊട്ടണതിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും തൃപ്തി തോന്നിയിട്ടുള്ളത് ഈ കളിയാണ്. നരകാസുരൻ, ചെറിയ നരകാസുരൻ VP രാമകൃഷ്ണൻ നായരുടെ. അത് ഈ പറഞ്ഞാൽ അത് മറക്കാത്തൊരു കളിയായിരുന്നു. ഈ VP രാമകൃഷ്ണൻ നായർ അസാധ്യമായിട്ട് പണിയെടുക്കുന്ന ഒരാളാണ്. കണ്ടിട്ടുണ്ട്. അസാധ്യമായിട്ട് പണിയെടുക്കും. ആദ്യകാലത്തിൻ്റെ VP ഗോപിയേട്ടൻ്റെയും ഒക്കെ കാലത്ത് നാറിയിരുന്ന് തുടങ്ങിയതാണ്. എന്താണ് അതിൻ്റെ മുമ്പുണ്ടോ ഇനി അതൊക്കെ നിശ്ചയമില്ല. എങ്ങനെയും ആ കാലത്തുണ്ട്. തേക്കുംകാട്ടിൽ രാവണിയാരാണ് ആദ്യത്തെ. ഒരു തിരക്കടി ഇയാൾക്ക് എന്താ വെച്ചാൽ ഇയാൾ ഇപ്പോഴും ആ പഴയ സമ്പ്രദായ കളിയുടെ ഈ പഴയ കാലത്ത്
ഈ കഷ്ടം എന്ന് കാണിക്കാച്ച ഇത് ഇങ്ങനെ ചുഴിച്ചെടുത്തിട്ട് ഇങ്ങനെ കൊടുന്നിട്ട് അനുസരിച്ച് വിടുക. അത് എപ്പോഴും അങ്ങനെ തന്നെ കാണിക്കില്ലേ, മാറിയിട്ടില്ല. അത് മാറിയിട്ടില്ല. കഷ്ടമോ യഥാർത്ഥ അപ്പോഴും ഇത് പിടിക്കും കൊടുന്ന് അവിടെ കൊടുന്ന് ഇത് വിടും. അപ്പോഴേക്കോട് പാടിയത് എന്തായാലും വിടില്ല. അങ്ങനെ ഒരു മാറ്റം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം പിന്നെ അത് മുദ്രയുടെ ഒപ്പം, അതെ, അത് കഥകളുടെ മലയാളത്തിലും വന്ന മാറ്റം. പാട്ടിൻ്റെയും ഒപ്പം അത് അങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പേ ഉള്ളത് ഇയാൾ പഠിച്ചത് തേക്കുകാടിൻ്റെ അടുത്ത്. അപ്പം ഇയാളുടെ നാമൊക്കെ പഴയ ചിട്ടകളൊന്നും മാറിയിട്ടില്ല. പണ്ട് ഞാങ്ങാട്ടിൽ കളിക്ക് ഉത്തരാസ്വാമ്യത്തിൽ ദുര്യോധനായിരുന്നു ഇയാളുടെ. ഉണ്ണീഷ്ണകുറുപ്പ് പാടാണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾ പാട്ട് നിർത്തി. ഞാൻ അയാൾ എന്താ വെച്ചാൽ കാണിക്കട്ടെ, അടുത്ത മുദ്ര കാണിക്കട്ടെ, എന്നിട്ട് പാടാമെന്ന് പറഞ്ഞു. കാരണം ഇയാൾ പാടിയൻ്റെ മുദ്ര കഴിയുന്നില്ല അവിടെ. അത് കഴിഞ്ഞിട്ട് വേണ്ട ഞാൻ അയാൾ അടുത്ത മുദ്ര കാട്ടുമ്പോൾ പാടാമെന്ന് പറഞ്ഞു. ഇയാൾ നിർത്തിയാണ്. അത് ശരി. ഇങ്ങനെയുള്ള താമസങ്ങളൊക്കെ പണ്ട് രീതി അങ്ങനെയായിരുന്നു. അതായിരുന്നു പഴയ സമ്പ്രദായം. അതിന് കുറ്റം പറയാനൊന്നും വയ്യ. പ്രൊഫസർ വിജയമാഷ് പറഞ്ഞിരുന്നു, അരങ്ങത്തേക്ക് വരാനും താമസമാണ്, വന്നാൽ പോകാനും താമസമാണ്. വെളിച്ചാവാൻ കാലത്ത് പിന്നെ രൗദ്രഭീമനൊറ്റ പോകും വേഷം. സന്ധ്യ ആകുമ്പോൾ ആൾ സ്ഥലത്തെത്തിയിട്ടുണ്ടാവും കളിക്കുക. വേഷം ഒരുങ്ങിയിട്ടുണ്ടാവില്ല. ശരി. അതിന് അരങ്ങത്ത് രാഗംപാട്ടിലോ കോട്ടിലോ എന്തൊക്കെയാ ചതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇയാളുടെ ഒരുങ്ങില്ല. അതാണ് വരാനും താമസമാണ്, വന്നാൽ പോകാനും താമസമാണ്. ആചാര്യരെയാണെന്ന് വെച്ചാൽ പിന്നെ വരാതിരി ഒഴുകിച്ചാലും നേരത്തെ പോകുന്നതാണ്. ഇതങ്ങനെയല്ല, ഇത് വരാനും പോകാനും ഒക്കെ താമസമാണ്. എന്തായാലും ഒരുപാട് പഴയ അനുഭവങ്ങൾ തന്നു, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. വളരെയധികം സന്തോഷം. നന്ദി. സന്തോഷം. ഇങ്ങനെ ഇവിടെ വന്നതിന് വലിയ സന്തോഷം.